മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അനുമോളോടും ആദിലയോടും സാബുമാനോടൊക്കെ പറയാണ്. ഈ ബിഗ് ബോസ് വീട്ടിൽ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നത്തിൽ ഞാൻ കയറി ഇടപെട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളാരും മിണ്ടാണ്ടിരിക്കരുത്, നിങ്ങളും അതിനോടൊപ്പം തന്നെ സംസാരിക്കണം. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞങ്ങൾ രാവിലെ സംസാരിച്ചു. അപ്പോൾ നൂറ പറയുന്നുണ്ട് രാവിലെ ഞാൻ ഇതേ കാര്യത്തെ പറ്റി, അതായത് ഇതുവരെ ഫുഡൊന്നും ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല. നെവിനും അക്ബറും ആര്യനുമാണ് കിച്ചണിലുള്ളത്. അവരിപ്പോഴാണ് പോയി ഫുഡ് ഉണ്ടാക്കുന്നത്. ഇഷ്ടംപോലെ സാധനങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും എടുത്ത് ഫുഡ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റത്തില്ല. ഇഷ്ടമുള്ളത് മാത്രം ഞങ്ങൾ ഉണ്ടാക്കും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവരുടേതെന്നാണ് പറയുന്നത്. അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഷാനവാസക്ക. അപ്പോൾ ഷാനവാസക്ക പറയുന്നുണ്ട് എൻ്റെ തൊണ്ട പൊട്ടി ഞാൻ സംസാരിച്ചിട്ട് എന്ത് കാര്യം, 3 പേരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളും വരിക, നമുക്കാണ് ഫുഡ് കിട്ടാതെ നമ്മൾ ഇന്ന് ഇതുവരെ ടാസ്ക് ഒന്നും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ. ഈ 9 പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ അവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടിയിട്ട് അവരത് ചെയ്തിട്ടില്ല. അതിനെതിരെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ 3 പേരും കൂടെ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനല്ല പറഞ്ഞത്, ഫുഡ് കിട്ടിയിട്ടില്ല എന്നാണ്. അവരത് ഉപ്പേരിയാന്ന് പറഞ്ഞ് വളച്ചൊടിച്ചു. ബിഗ് ബോസിന് വരെ പറ്റിച്ച ആളാണ് ആര്യൻ. ബിഗ് ബോസ് ആ കോയിനൊന്നും സ്ക്രാച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവൻ സ്ക്രാച്ച് ചെയ്തിട്ട് അവൻ അവിടെ ഇരുന്നു. ജയിലിൽ പോയതോ നീയോ അനീഷേട്ടനോ? ജയിലിൽ പോകുന്ന കാര്യത്തിൽ വരെ അവർ ഒറ്റക്കെട്ടായിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. സാബുമാൻ പറയുന്നുണ്ട് ഇവരെയൊക്കെ കിച്ചൻ്റെ ഭാഗത്തേട്ടൊക്കെ അടുപ്പിക്കാനും പാടില്ല, ക്യാപ്റ്റൻ ആക്കാനും പാടില്ല. അനുമോള് പറയുന്നുണ്ട് ഷാനവാസൊക്കെ അവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇടയിൽ കയറി വന്ന് സംസാരിക്കുന്നത്, നിങ്ങളും സംസാരിക്കണം, കാരണം ഇതൊരു കോമൺ പ്രശ്നമാണ്. ഞങ്ങൾ സംസാരിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ സമയത്തല്ല ഞങ്ങൾ സംസാരിച്ചു. 3 അടുപ്പുണ്ട്, 3 പേരുണ്ട്, അവർക്ക് ആ സമയത്ത് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പോരെ. ഞാൻ ടാസ്കിൻ്റെ ഇടയിൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫുഡ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, അവർക്ക് മാത്രം ഇപ്പം എന്താണ് പ്രശ്നം എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ്, അനുമോളൊക്കെ ആ ഒരു പാവ ടാസ്കിൽ വരെ കറക്റ്റ് സമയത്ത് നമുക്ക് ഫുഡ് തന്നതാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഉണ്ടാക്കിയിട്ട് തന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതുപോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല, അവരെന്താണ് കാര്യമൊന്നും മനസ്സിലാക്കുന്ന പോലുമില്ല.